ഇന്നൊരു മത്തങ്ങ സൂപ്പും ഒരു പാലക് സൂപ്പും ഉണ്ടാക്കുന്നത് കാണിക്കാം. ആദ്യം മത്തങ്ങ സൂപ്പ് കാണിക്കാം. മത്തങ്ങ നല്ല ഓറഞ്ച് കളറായിരിക്കണം, മത്തങ്ങ നല്ല വിളഞ്ഞത്. ഈ രണ്ട് സൂപ്പും നല്ല ടേസ്റ്റ്, നല്ല സ്വാദാണ് കഴിക്കാൻ. രണ്ട് സ്വാദും രണ്ട് തരത്തിലും ഉണ്ടാക്കുന്ന ആദ്യം മത്തങ്ങ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി മത്തങ്ങ സൂപ്പിന് വേണ്ട സാധനങ്ങൾ: ഉരുളക്കിഴങ്ങ് ഒരു ചെറിയ ഒരെണ്ണം, ഒരു ഉള്ളി, ഒരു 1.5 കപ്പ് ടൊമാറ്റോ, 1 കപ്പ് മത്തങ്ങ അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ അമുൽ ബട്ടർ, പിന്നെ 5-6 വെളുത്തുള്ളി. ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ആദ്യം അതിൽ അമുൽ ബട്ടർ തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ബട്ടർ ആയാലും മതി. ഞാൻ അമുൽ ബട്ടർ എടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ അമുൽ ബട്ടർ കുക്കറിനകത്തോട്ടിട്ടിട്ട് 6-7 വെളുത്തുള്ളിയും ചേർത്ത് കരിഞ്ഞു പോകാതെ നോക്കണം. ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി, ഒട്ടും കരിയരുത്. ഒരു നല്ല മണം വരും. വെളുത്തുള്ളി ബട്ടറിൽ മൂക്കുന്നതിൻ്റെ ഒരു ചെറിയ മണം വരും. ചെറിയൊരു മണം വന്നാൽ മതി. ഇത് കരിയാതിരിക്കുന്നതാണ് ഇത് പ്രധാനമായിട്ട് നോക്കേണ്ടത്. എന്നിട്ട് അതിനകത്തോട്ട് ഈ കഷ്ണങ്ങളെല്ലാം ഇടാം. ഇതെനിക്ക് പറഞ്ഞു തന്നത് അമ്പലപ്പുഴയിലെ ലീലാമ്മയ്യ. അപ്പോൾ ഓരോരോ കഷ്ണങ്ങളായിട്ട് ചേർക്കുക. ടൊമാറ്റോ, ഉരുളക്കിഴങ്ങ്, ഉള്ളി, മത്തങ്ങ, ഇതെല്ലാം കൂടെ ഒരു 1-2 മിനിറ്റ് ഒന്ന് ഇളക്കിയാൽ മതി. തീ ഒരു മീഡിയം ഇതിൽ വെച്ചാൽ മതി, അധികം കൂട്ടി വയ്ക്കണ്ട. ചെറുതായിട്ടൊന്ന് വഴണ്ടി വന്നാൽ മതി. തീരെ ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി. എല്ലാം കൂടെ ഒരു യോജിപ്പ് വരണം, അത്രയേ ഉള്ളൂ. ഒന്ന് വഴണ്ട് വരണം, അത്രയേ ഉള്ളൂ, ചെറുതായിട്ട്. ഉള്ളിയൊക്കെ അങ്ങനെ തന്നെ അധികം അങ്ങനെ മൂക്കാതെ ഇങ്ങനെ ഇരുന്നാൽ മതി. എന്നിട്ട് പിന്നെ അതിനകത്തോട്ടൊരു 1 കപ്പ് വെള്ളം ഒഴിക്കണം. 1 കപ്പ് വെള്ളം അതിലോട്ട് ഒഴിച്ചിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അത് കുക്കറങ്ങ് അടയ്ക്കണം. കുക്കർ അടച്ചിട്ട് പിന്നെ 1 വിസിൽ വരുന്നവരെ വെച്ചാൽ മതി കേട്ടോ. ഒരൊറ്റ വിസിൽ വന്നു കഴിയുമ്പോൾ അടയ്ക്കും. എന്നിട്ട് പിന്നെ ആറിക്കഴിഞ്ഞിട്ട് തുറന്നിട്ട് അതെല്ലാം കൂടെ ആറിക്കഴിഞ്ഞിട്ട് മിക്സിക്കകത്ത് അരച്ച് വെച്ചിരിക്കുന്നതാണ് ഇത്. എല്ലാം കൂടെ അങ്ങ് മിക്സിയിൽ അരച്ചാൽ മതി. പിന്നെ കുറച്ച് വെള്ളത്തിൽ കഴുകിയെടുക്കാതെ, തീരെ കുറച്ച് വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് തിക്കായിട്ടാണ് ഇഷ്ടമെങ്കിൽ കുറച്ച് തിക്കായിട്ടിരിക്കുന്നതാണ് ടേസ്റ്റ്. ഇപ്പം സൂപ്പായി കഴിഞ്ഞ് ഇതിനകത്ത് കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ് ഇട്ടിട്ട് കഴിക്കാം. കുറച്ചുകൂടെ അരയാനുണ്ടായിരുന്നു, പക്ഷേ ചെറിയ പീസസ് എൻ്റെ ഇതിനകത്ത് കിടപ്പുണ്ട്. ഈ കുക്കറിൻ്റെ അകത്ത് തന്നെ ഹാൻഡ് മിക്സി കൊണ്ടും വേണമെങ്കിൽ അരച്ചെടുക്കാം. അപ്പോൾ പിന്നെ മിക്സിയുടെ ആവശ്യമില്ല, ഹാൻഡ് മിക്സി തന്നെ ആവശ്യമുള്ളൂ. ഇതിനകത്ത് കുരുമുളക് പൊടി, ഉപ്പ് ഇട്ടിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റുള്ളൊരു സൂപ്പായിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കാം. ഇത് പാലക് സൂപ്പിന് 2 കപ്പ് അമർത്തി അളന്നെടുത്ത പാലക്ക് അരിഞ്ഞതും, 1 ഉള്ളി,
പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ 1 ടേബിൾ സ്പൂൺ ചതച്ച് വെച്ചിരിക്കുന്നു. ഇത്രയും സാധനങ്ങളേ ഉള്ളൂ ചേർക്കാനുള്ളത്. അതും ഒരു കുക്കറിൻ്റെ അകത്ത് കുറച്ച് എണ്ണ, ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട്, ഏതെങ്കിലും വെജിറ്റബിൾ എണ്ണ മതി, ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ, വെളിച്ചെണ്ണ അല്ലാതെ വേറെ ഏതെങ്കിലും ഒരെണ്ണം. ഞാൻ റൈസ് ബ്രാൻ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്ന, സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും എടുക്കാം. പിന്നെ അതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ആദ്യം ഇടാം. ഒന്ന് വഴറ്റി കഴിയുമ്പോൾ ചെറുതായിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറണം, അത്രയേ ഉള്ളൂ. എന്നിട്ട് പിന്നെ ഉള്ളിയും പാലക്കും ചേർക്കാം. ഉള്ളിയും പാലക്കും ചേർത്തിട്ട് പിന്നെ കുറച്ചും കൂടെ ഒന്ന് വഴറ്റണം. പാലക്ക് ചെറുതായിട്ട് അരിയുന്നതായിരിക്കും അരയ്ക്കാൻ എളുപ്പം, അത്രേ ഉള്ളൂ. പാലക്കിൽ തന്നെ വെള്ളം വരുമല്ലോ. പാലക്കിൽ വെള്ളം വരുന്നത് കൊണ്ടാണ് ആദ്യമേ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വഴറ്റുന്നത്. അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ചൊന്ന് വഴറ്റിയിട്ട് ഉള്ളിയും ഇട്ടു, എന്നിട്ട് പാലക്കും ഇട്ടു. ഇഞ്ചി വെളുത്തുള്ളി നേരത്തെ വഴറ്റുന്നതെന്ന് വെച്ചാൽ പാലക്കിൽ പെട്ടെന്ന് അങ്ങ് വെള്ളം വരത്തില്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു പച്ചച്ചുവ പോകാൻ വേണ്ടിയിട്ട് ആദ്യമേ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്തത്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഉള്ളിയും പാലക്കും കൂടെ ഒന്ന് വഴറ്റണം ചെറുതായിട്ട്. പാലക്കിലിങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുമല്ലോ, പിന്നെ അതിൻ്റെ കൂടെ 1 കപ്പ് വെള്ളവും കൂടെ ഒഴിക്കണം പാലക്കിനകത്തോട്ട്. ഒരുപാട് സമയമൊന്നും വഴറ്റണ്ട പാലക്ക്. എന്നിട്ട് കുക്കർ അടച്ചിട്ട് ഇതും മറ്റേ മത്തങ്ങ സൂപ്പ് പോലെ ഒരു വിസിൽ വരുമ്പോൾ അടച്ചേക്കണം. എന്നിട്ട് ആറിക്കഴിയുമ്പം അതിൻ്റെ പ്രഷർ പോയി കഴിയുമ്പോൾ തുറന്നിട്ട് ആറിക്കഴിഞ്ഞിട്ട് മിക്സിക്കകത്ത് അരയ്ക്കും. ഇതെല്ലാം കൂടെ എല്ലാം ഈ വെള്ളം ഒഴിച്ചിരിക്കുന്നതും പാലക്കും ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഒരുമിച്ചങ്ങ് ആറിക്കഴിഞ്ഞിട്ട് മിക്സിക്കകത്ത് അരച്ചിട്ട് ഒന്ന് തിളപ്പിക്കും, അത്രേ ഉള്ളൂ. മിക്സിയിൽ ഇപ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന ചെറിയൊരു പച്ച കളറായിരിക്കും. നല്ല സ്മൂത്തായിട്ട് അരയ്ക്കണം, നല്ല സ്മൂത്തായിട്ട് അരയ്ക്കണം. അത് എന്നിട്ട് ഒന്ന് തിളപ്പിക്കണം ചെറുതായിട്ട്. എന്നിട്ട് അതിനകത്തോട്ട് 1 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് ഒന്ന് തിളച്ചാൽ മതി. പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് തിളച്ചാൽ മതി, ഒരുപാട് സമയം തിളപ്പിക്കണ്ട. അത് പിരിഞ്ഞു പോകത്തൊന്നുമില്ല. തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട്, ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉപ്പും കുരുമുളകും ചേർത്താൽ മതി. എളുപ്പമാണ് വയ്ക്കാൻ. ഇതും നല്ല സ്വാദുള്ള ഒരു സൂപ്പാണ്. ഇതിനൊരു മീറ്റ് സൂപ്പിൻ്റെ ഒരു ഫ്ലേവറാണ് വരുന്നത്. കഴിച്ച് നോക്കുമ്പോൾ അത്രയ്ക്കും നല്ല ടേസ്റ്റ് ഇതിന്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഒരു പ്രാവശ്യമെങ്കിലും 2 സൂപ്പും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല സ്വാദുള്ള 2 സൂപ്പാണ്. ലീലാമ്മയ്ക്ക് പ്രത്യേകം താങ്ക്സ്. രണ്ട് സൂപ്പും എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ എൻ്റെ റെസിപ്പി വായിച്ചാൽ തന്നെ അത് ഉണ്ടാക്കി നോക്കാൻ പറ്റും. കാണേണ്ട ആവശ്യം തന്നെ ഇല്ല. റെസിപ്പിയിൽ അത്രയ്ക്കും സിമ്പിളാണ്. രണ്ട് നല്ല ടേസ്റ്റ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, കമൻസ് അറിയിക്കണം.